ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടിപ്സ് ആൻഡ് സ്റ്റിച്ച്. ഇന്ന് നമുക്കൊരു ഷർട്ടിൻ്റെ കോളർ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ ഫുൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണും കേട്ടോ. ആദ്യം അളവെടുക്കുന്നത് നിങ്ങൾ നോക്കിയാൽ ഒരു വശത്ത് നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അളവെടുക്കില്ല. അത് കുറച്ചൊന്നൊരു 1/4 നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം അളവെടുക്കുക. നമ്മളിപ്പോൾ ഈ തുമ്പ് വെച്ചിട്ട് അളവെടുക്കുന്ന നേരം അളവ് മാറാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ചൊന്ന് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് അളവെടുക്കുന്നത്. ഓക്കെ, കറക്റ്റ് കൈ വെച്ച് അളവെടുക്കുക കേട്ടോ ഫുള്ളായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ അളവെടുക്കുന്നത് 1, 2, 3 തവണ എടുത്തിട്ടും കറക്റ്റ് കറക്റ്റ് അളവ് എന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണേ. ഇതാ നോക്കിയേ, 12.2 ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിന് മുമ്പേ കുറേ പ്രാവശ്യം അളന്നതാണ്, അതുകൊണ്ടാണ് ഇത് ഞാൻ മാറ്റി അളക്കാത്തത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ അളവ് കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ കോളറും നമുക്ക് കറക്റ്റ് കിട്ടുമേ. ഇത് നമ്മൾ മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോളറിൽ സ്റ്റിച്ച് ചെയ്യുന്നത് ചിലപ്പോൾ എത്താണ്ട് വരും, ചിലപ്പോൾ കൂടുതലായിട്ട് വരും, അങ്ങനത്തെ പ്രശ്നം വരും. എന്നിട്ട് നമുക്ക് ഒരു പേപ്പർ ക്യാൻവാസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ള കോളർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ 15 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിയിലാണ് ക്യാൻവാസ് എടുത്തിട്ടുള്ളത്. 12.2 അല്ല വന്നാൽ, അപ്പോൾ അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഷൈനിങ് ഉള്ള ഗമ്മുള്ള വശമില്ല, അത് ഉള്ളിലേക്കാക്കിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 1/2 ഇഞ്ച് നോക്കിയേ, 1/2 ഇഞ്ച് ആദ്യം ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മാർക്കിംഗ് കറക്റ്റ് നോക്കുക. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾ എന്താക്കണം, ഈ മാർക്കിംഗ് കറക്റ്റ് എല്ലാം ഒന്ന് ആദ്യം ഒരു പേപ്പറിൽ ചെയ്യുക. എന്നിട്ട് ഒരു റഫായിട്ടൊരു കോളറും ചെയ്ത് നോക്കുക കറക്റ്റ് ആവും എന്നുള്ളത്. എന്നിട്ട് നോക്കി 1/2 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം 1 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 ഇഞ്ച് എന്ന് വെച്ചാൽ ബാൻഡാണ്. ഇതൊരു 6-6.5 വയസ്സുള്ളൊരു കുട്ടിയുടെ എന്താ പറയുക യൂണിഫോമിൻ്റെ ഷർട്ടിൻ്റെ കോളറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയക്കാണെങ്കിൽ 1.25 വേണ്ടി വരും. എന്നിട്ട് 1 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ അടുത്ത മൂന്നാമത്തെ ലൈൻ എന്ന് വെച്ചാൽ 1.25 ഇഞ്ച് മൂന്നാമത്തെ ലൈൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് 1.5 വേണ്ടു. അപ്പോൾ 1/4 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പായിട്ട് പോകും. ഈ ഒരു കോളറിൻ്റെത് താഴെ വശത്ത് തയ്യൽ തുമ്പായിട്ട് 1/4 ഇഞ്ച് പോകും. അതുകൊണ്ടാണ് 1.25 എടുത്തത്. അതും ഒരു സ്ട്രൈറ്റ് ലൈനായിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇവിടെ 3 ലൈനാണ് കിട്ടിയത്. അത് ഞാൻ നമ്പർ ഇടുന്നതിൻ്റെ മാറിപ്പോകുന്നതിന് 1, 2, 3 എന്നുള്ളത് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പറിലിട്ടത്. ഇനി അടുത്ത വേണ്ടത് നമ്മൾ കോളറിൻ്റെ ഫുള്ളായിട്ടുള്ള നീളം എത്രയാണ്, 12.2. അതിൻ്റെ നേരെ പകുതി 6.1 ഇവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, 6.1 ഈ ഒരു ബാൻഡിൻ്റെ ഈ ഒരു വശത്ത് മാർക്ക് ചെയ്തിട്ട് അതും അങ്ങനെ തന്നെ സ്ട്രൈറ്റ് ലൈൻ കൊടുക്കാം. എന്നുവെച്ചാൽ ഈ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. നിങ്ങൾ ഈ ഒരു മെത്തേഡ് മാത്രം നോക്കിയാൽ മതി. അളവുകൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് ആ ഒരു അളവ് കണക്കാക്കിയിട്ട് ചെയ്യുക. ഈ ലൈനാണ് മെയിനായിട്ടുള്ള ലൈൻ കേട്ടോ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഷേപ്പിന് കണക്കായിട്ട് ചെയ്യുന്നതാണ്. ഇനി അടുത്ത് 3/4 ഇഞ്ച് അകത്തിട്ട് ആ ലൈനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ അങ്ങനെ തന്നെ സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതും ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളറും ബാൻഡും എല്ലാം ചെയ്യട്ടോ. എന്നിട്ട് ഈ 3/4 ഇഞ്ചും അതേപോലെ നോക്കിയാൽ ആദ്യം 6.1 എടുത്തിട്ടില്ലേ, രണ്ടാമത്തെ ലൈനിൽ നിന്ന് 6.1 എടുത്ത ആ ഒരു ലൈനില്ല, അവിടെ നിന്ന് താഴോട്ടേക്ക് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് രണ്ടാമത്തെ ലൈനിൽ നിന്ന് താഴോട്ടേക്ക് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ രണ്ടാമത്തെ ലൈനിൻ്റെ മദ്യം കാണുക. അപ്പോൾ 3.1 വരില്ല, അപ്പോൾ അതിലും കുറവായിരിക്കും വരിക. എന്നിട്ട് അവിടെ നിന്ന് ആ ഒരു പോയിൻറ്റിലേക്ക് 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ല, ആ ഒരു പോയിൻറ്റിലേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാൻഡ് ഒരു ചെറിയൊരു ഷേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. അതാണ് നമ്മൾ കോളറിയായിട്ട് അറ്റാച്ച് ചെയ്യുന്ന വശം, ആ ഒരു വശമാണ്. എന്നിട്ട് താഴോട്ടേക്ക് നമുക്കൊന്ന് ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. ഇത് നമുക്കിപ്പോൾ സ്ക്വയർ ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, നമ്മൾ ഇഷ്ടത്തിന് എടുക്കാം. രണ്ടാമത്തായി 3/4 ഇഞ്ച് താഴ്ത്തിയായി ലൈനില്ലേ, അവിടെ നിന്ന് താഴോട്ടേക്ക് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുത്ത് കൊടുക്കുക കേട്ടോ. നോക്കിയേ, ഇതെല്ലാം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ മേലയിലുള്ള ഈ ഒരു കറക്റ്റ് അളവ് കറക്റ്റ് ആയിരിക്കണേ, അതേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് 1/4 ഇഞ്ച് താഴ്ത്തിയോണ്ട് ഇപ്പുറത്തുനിന്ന് കുറച്ചൊന്ന് 1/4 ഇഞ്ച് താഴ്ത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നെ അടുത്ത് നോക്കിയേ, ആ ഒരു 1/4 ഇഞ്ച് താഴ്ത്തി ഇപ്പുറം അവിടെ നിന്ന് താഴെ 1/4 ഇഞ്ച് വരുന്നില്ല, ആ 1/4ഉം 1.25 അവിടെ വന്നു, അപ്പോൾ 2 ഇനി മേലോട്ടേക്കൊരു 1/4 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ടേക്ക് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ആ ഒരു ബാൻഡിൻ്റെ ആ ഒരു പോയിൻ്റില്ലേ, അവിടുന്ന് ആ 1/4 ഇഞ്ചിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കുക. ആ ഒരു നമ്മൾ കോളർ ഷാർപ്പ് ആകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ട്രൈറ്റ് വേണമെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലുവാണെങ്കിൽ ഇപ്പുറത്തെ സൈഡാക്കിയിട്ടും വേണമെങ്കിൽ എടുക്കാം. അതിൻ്റെയും മദ്യം കാണുക. എന്നിട്ട് ആ ഒരു ലൈനിൻ്റെ നമ്മളൊരു പോയിൻ്റ് കൊടുത്തിട്ടില്ലേ, അവിടത്തേക്ക് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. ഇവിടെ കോളർ റെഡിയായി, ബാൻഡും എന്താ പറയുക കോളറും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ബാൻഡ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം കത്രീനെ കൊണ്ട് ഇങ്ങനെ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് വീണ്ടും പിന്നെ എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് കാണിക്കാം, കറക്റ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളതല്ലോ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാണ്ടായിട്ടുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വീണ്ടും ഇതിങ്ങനെ വിശദമായിട്ട് പറയും. നിങ്ങൾ കറക്റ്റ് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് അടിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ പോയിൻ്റ്
ഞാൻ എവിടെയെല്ലാം പോയിൻ്റ് കൊടുക്കുന്നത്, എവിടെയെല്ലാം കട്ട് ചെയ്യുന്നത് അതെല്ലാം കറക്റ്റ് നിങ്ങൾ നോക്കിയാൽ മതിയേ. നോക്കിയതാ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. അതിനടുത്ത് നമുക്ക് കോളർ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം എന്താ വെച്ചാൽ നമ്മൾ ഒരു കാര്യം ചെയ്യാണ്ടിരിക്കുന്നേരം അത് നമുക്ക് വലിയ ടഫായിട്ട് തോന്നും. പക്ഷെ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നേരം അത് വളരെ എളുപ്പമായിട്ട് തോന്നും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കോളർ അറിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുകയും ചെയ്ത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വേസ്റ്റ് തുണിയെല്ലാം ഉണ്ടാവില്ലേ വീട്ടിൽ, അതൊന്ന് ചെയ്ത് നോക്കുക. അത് കറക്റ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതിൽ ചെയ്യാമല്ലോ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലെ യൂണിഫോമിനെല്ലാം എത്ര പൈസയാണ് കൊടുക്കേണ്ടത്. ഇനിതാ നമുക്കിതാ ഒരു വേസ്റ്റ് എൻ്റെ ഷർട്ട് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് പീസാണ്. ഇപ്പോൾ 2 കോളറും ബാൻഡും ഇതിലേക്ക് ഒതുങ്ങും. ആ ഒരു രീതിയിൽ വലുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഇല്ലെങ്കിൽ 2 പീസായിട്ടാണ് 2 പീസായിട്ട് വെക്കാം, അല്ലെങ്കിൽ 4 പീസായിട്ട് 4 പീസായിട്ട് വെക്കാം. അതിൽ അവരവരുടെ ഇഷ്ടത്തിന് വെക്കാം. ഇതിപ്പോൾ 2 പീസും ഈ ഒരു തുണിയിൽ ഉൾക്കൊള്ളുന്നുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, ഇതാ ആദ്യം തന്നെ കോളർ വെച്ച്, അപ്പോൾ അതിന് ചുറ്റും തയ്യൽ തുമ്പ് വേണം. ചുറ്റല്ല ഈ താഴെ വശത്ത് വേണ്ട, 3 സൈഡിലും വേണം കേട്ടോ. അത് ഷാർപ്പായിട്ടുള്ള നമ്മൾ മേലയിലേക്ക് ഇതാക്കിയിട്ടില്ലേ, ഒരു 4 ഇഞ്ച് ഇതാക്കിയേ, അത് മുകളിലെ വശം. താഴെയുള്ള വശത്ത് തയ്യൽ തുമ്പ് വേണ്ടിയില്ല, കോളറിൻ്റെത്. ഈ ബാൻഡിൻ്റെത് ചുറ്റും, ബാൻഡിൻ്റെത് എന്താ പറയുക, 4 സൈഡും തയ്യൽ തുമ്പ് വേണേ. 4 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് ഉണ്ടാവണം ആ ഒരു നമുക്ക് എടുക്കുന്ന തുണിയിൽ കേട്ടോ. അത് നമ്മൾ കറക്റ്റ് നോക്കണേ. ഇത് നോക്കിയതാ രണ്ടും വെച്ചിട്ട് നമുക്ക് തയ്യൽ തുമ്പടക്കം ഈ ഒരു തുണിയിൽ കിട്ടുന്നുണ്ട്. നമുക്കിതൊന്ന് അയൺ ചെയ്തിട്ട് വരാം. അപ്പോൾ അടിയുള്ള ഗമ്മുള്ള വശമാണ് ഞാൻ ഈ തുണിയിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തുണിൻ്റെ മോശവശത്താണ് ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇത് നോക്കിയതാ ഇതെല്ലാം അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വശം ഞാൻ മാർക്ക് ചെയ്തുകൊണ്ട് കറക്റ്റ് കോളർ തിരിയുന്നുണ്ട്. മറ്റേ വശം നമ്മൾ മാർക്ക് ചെയ്ത മടങ്ങിയ വശമല്ലേ വരിക, അതുകൊണ്ട് അതിൽ കറക്റ്റ് തിരിയുന്നില്ല. നോക്കിയേ, ഇത് ഉള്ളിലുള്ള നല്ല വശമാണ്. അങ്ങനെ രണ്ടും കൂടി സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ട്രൈറ്റ് നമ്മൾ ഈ കോളറിൻ്റെ ഈ താഴെ വശമില്ലേ അവിടുന്ന് കറക്റ്റ് ആക്കിയിട്ട് ഇതിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ ബാൻഡിൻ്റെ ചുറ്റും 4 ഇഞ്ചോളം തയ്യൽ തുമ്പ് വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അവിടുന്ന് ഞാൻ എടുത്തത്. നോക്കിയേ, ഇത് 2 സെപ്പറേറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വലിയ തുണി ബാലൻസ് ഇല്ല, ചെറിയ ചെറിയ പീസാ ഉള്ളൂ എന്ന് വെച്ചിട്ട് നിങ്ങൾ കോളർ സ്റ്റിച്ച് ചെയ്യേണ്ടെന്ന് നിൽക്കണ്ട. ചെറിയ പീസായാലും മതി. ഇതിപ്പോൾ നോക്കിയേ 2 പീസായിട്ട്, ബാൻഡിൻ്റെ 2 പീസായിട്ട് വന്നില്ലേ. ഇനിയിപ്പോൾ കോളറിൻ്റെ ഈ ഒരു നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഈ കോർണറിൻ്റെ അവിടെ നിന്ന് വന്ന് കോർണറിന് കുത്തി നേരെ പോവുക. എന്നിട്ട് അവിടെ ഈ പോയിൻ്റ് കൊടുത്ത് അതാണ് കോർണർ. എന്നിട്ട് അവിടെ കുത്തിയിട്ട് താഴോട്ടേക്ക്. അപ്പോൾ ഈ ഒരു താഴെയുള്ള സൈഡിൽ സ്റ്റിച്ച് ചെയ്യേണ്ടേ. ആ ഒരു 3 വശം നമുക്ക് ഈ ക്യാൻവാസ് തട്ടിക്കാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നോക്കിയാൽ ചെറിയൊരു തയ്യൽ തുമ്പ് മാത്രം വെച്ചിട്ട് ചുറ്റും നമുക്ക് കട്ട് ചെയ്തെടുക്കേ. ചുറ്റുമല്ല, ഈ 3 വശവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് കട്ട് ചെയ്യാതെ സ്റ്റിച്ചിൻ്റെ കുറച്ച് തുണി ബാലൻസ് വെച്ചിട്ട് ബാക്കി അങ്ങ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നോക്കിയാൽ ഓരോരോ നോച്ചിട്ട് കൊടുക്കാം. നമുക്ക് മറിച്ചിടുന്നേരം ഈ കോർണറിൽ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ നോച്ചിടുന്നു. പിന്നെ നമ്മൾ കോളറിൽ ചെയ്യുന്നതിൽ ചിലർ ഈ നൂലെല്ലാം വെക്കും കേട്ടോ. അങ്ങനത്തെ വീഡിയോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് അയക്കൂ, ഞാൻ അയച്ചു തരാം കേട്ടോ. എന്നിട്ട് നോക്കിയേ, നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കേ. മറിച്ചിടുന്നേരം ഈ കോർണറിൽ കറക്റ്റ് നിങ്ങൾ എന്താ പറയുക, ഒരു ഷാർപ്പുള്ള എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഞാൻ ഇവിടെ പെന്ന് വെച്ചിട്ടാണ് കുത്തുന്നത്. അപ്പോൾ ഈ വൈറ്റെല്ലാം ആകുന്നേരം പെന്ന് വെച്ചിട്ട് ഈ എഡ്ജെല്ലാം സെറ്റാക്കി കൊടുക്കുന്നേരം ഈ പെന്നിൻ്റെ മഷിയാവാതെ നിങ്ങൾ ശ്രദ്ധിക്കണേ. പിന്നെ പെന്നിൻ്റെ മഷിയെല്ലാം ആയിക്കഴിഞ്ഞാൽ അലക്കിയാൽ വരെ പോവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതാ എഡ്ജെല്ലാം കറക്റ്റ് ആക്കിയിട്ടിട്ട് എന്നിട്ട് നല്ല ഒന്നിക്ക് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും. എന്നിട്ട് നമുക്ക് ഈ 3 സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇതിപ്പോൾ ഒരു വശം ഓപ്പൺ സൈഡാണ്. ഇതിപ്പോൾ നോക്കിയാൽ തറ്റ വെച്ചിട്ട് ഈ 3 സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലാസ്റ്റായി ഓപ്പൺ സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കോളറിൻ്റെ ഉള്ളിൽ ഈ ബാൻഡിൻ്റെ ഉള്ളിൽ പോകുന്ന വശമാണ്. ഇപ്പോൾ എഡ്ജ് കറക്റ്റ് വന്നിട്ടില്ല, അതുകൊണ്ട് പെന്ന് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഷാർപ്പാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കോർണറിൽ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ആക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ കോളർ സ്റ്റിച്ച് ചെയ്യുന്ന മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു മനസ്സിലായി എന്നുള്ളൊരു കമൻറ്റും കൂടി ഒന്ന് അയക്കാൻ വിട്ടുപോകരുത്. നോക്കിയാൽ ഇനി അടുത്ത ബാൻഡാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ബാൻഡിൻ്റെ ഞാൻ ചുറ്റും ഒരു 4 ഇഞ്ച് മാത്രം വെച്ചിട്ട് തയ്യൽ തുമ്പായിട്ട് 4 ഇഞ്ച് മാത്രം വെച്ചിട്ട് ചുറ്റും 4 വശത്തു 4 ഇഞ്ച് മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റേ പീസ് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ബാൻഡിൻ്റെ ഒരു വശം നമ്മൾ ഈ എന്താ പറയുക, ഈ പേപ്പർ ക്യാൻവാസ് സ്റ്റിക്ക് ചെയ്ത ഈ ഒരു തുണിയില്ലേ അതിൽ നിന്ന് നമുക്ക് 4 ഇഞ്ച് മാത്രം വെച്ചിട്ട് ബാക്കി ചുറ്റും ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നോക്കിയേ, ഇപ്പോൾ ഞാനിത് എൻ്റെ മോൾക്ക് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് യൂണിഫോമിൻ്റെ തുണി വാങ്ങിയതാണ്. 4 ഷർട്ടിൻ്റെ തുണിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളൂ. പക്ഷേങ്കിൽ എനിക്ക് 6 ഷർട്ട് നമുക്ക് അതിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ കൂലിയെല്ലാം എത്രയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്ക് നല്ല നീറ്റിൽ ഇട്ടിട്ട് പോയിക്കൂടെ. എന്നിട്ട് നോക്കിയേ, ഈ ബാൻഡിൻ്റെ നീളം കൂടിയ വശമില്ലേ, അപ്പോൾ ഒന്ന് നീളം കുറഞ്ഞ ഒന്ന് നീളം കൂടിയ വശമാണ് വരുന്നത്.
നീളം കൂടിയ വശം എന്നോ ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ടില്ല അത് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നോക്കിയതാ നിങ്ങൾക്ക് കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതാക്കിയിട്ടെല്ലാം കാണിച്ചത് സ്റ്റിച്ച് ചെയ്തത്. എന്നിട്ട് ഇതാ നേരെ ഒന്ന് മടക്കുക. എന്നിട്ട് അതിൻ്റെ മധ്യത്തിലൊരു നോച്ചിട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ നോച്ചായിരിക്കണം, 4 ഇഞ്ച് വരെ പാടില്ല, അത്രയും ചെറിയ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരു പെന്ന് വെച്ചിട്ടോ പെൻസിൽ വെച്ചിട്ടോ ഒരു മാർക്ക് കൊടുത്താലും മതി. അതുപോലെ ഈ കോളറിൻ്റെ നമ്മളെ താഴെ വശമില്ലേ, സ്റ്റിച്ച് ചെയ്യാത്ത ഈ ഓപ്പൺ ആയിട്ടുള്ള വശം, ആ വശത്തും നമുക്കിതാ മധ്യത്തിലൊരു നോച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇതാ നോക്കിയേ. എന്നിട്ട് ഇതാ ആ ഒരു വശം ഇങ്ങനെ വെച്ചിട്ട് ഈ ക്യാൻവാസ് സ്റ്റിച്ച് എന്നറിയാൻ ഒട്ടിച്ച വശമാണ്. അപ്പോൾ അതെല്ലാം ഉള്ളിപ്പോയി ഇപ്പോൾ ഇത് പുറമേ കാണുന്നത് നല്ല വശമാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ബാൻഡില്ലേ, ബാൻഡിൻ്റെ ക്യാൻവാസ് ഒട്ടിച്ച ഈ ഒരു വശത്തിൻ്റെ നല്ല വശം അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ആ പുറമേ ക്യാൻവാസ് കാണുന്ന വശമാണ് ഉള്ളത്. എന്നിട്ട് നമ്മുടെ തുണി അത് ഇതിൻ്റെ മറ്റേ പീസില്ലേ, ഈ ബാൻഡിൻ്റെ മറ്റേ പീസ് അതാദ്യം വെച്ചിട്ട് ഇതെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കുക. പക്ഷേ ഇതിൻ്റെ മദ്യം ഞാൻ കട്ട് ചെയ്യാൻ വിട്ടുപോയി കേട്ടോ. ഇതാ അതിൻ്റെ ഒന്ന് നമുക്കൊന്ന് മദ്യം കണ്ടു കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളതായതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ല കേട്ടോ. നമുക്ക് ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് എൻ്റെ നല്ല വശമാണ് വെക്കേണ്ടത്. നല്ല വശത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ കോളറും മേലയിൽ ബാൻഡും വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ ഒരു വശം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിട്ട് ഇത് നോക്കിയേ, എന്നിട്ട് താഴെ നിന്ന് ഈ ബാൻഡിൻ്റെ ഒരു താഴെ നിന്ന് ഇതാ ഈ മദ്യം കണ്ടോ, ആ മദ്യത്ത് ഈ കറക്റ്റ് വെച്ചതിന് ശേഷം ആ മദ്യത്തിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക. 3 പീസ് കറക്റ്റ് ഉണ്ടോ നോക്കുക. എന്നിട്ട് ഇത് ഈ കോർണറിലെത്തിയിട്ട് ഇതാ നേരെ താഴോട്ടേക്ക്, എന്നിട്ട് മദ്യത്തിൽ നിന്ന് ഇതാ അങ്ങോട്ടേക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട്. മാറിപ്പോവാതെ കറക്റ്റ് ശ്രദ്ധിക്കണേ, നമ്മൾ കറക്റ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ നോക്കിയേ, ഇതാ 3 സൈഡ് താഴെ സ്റ്റിച്ച് ചെയ്യേണ്ട, 3 സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ആ 3 സൈഡ് തയ്യൽ തുമ്പ് ചെറിയൊരു തയ്യൽ തുമ്പ് മാത്രം വെച്ചിട്ട് ബാക്കി എക്സ്ട്രാ വരുന്ന വശമെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ സംസാരം ഒന്ന് ഫാസ്റ്റ് കൂടിയിനോ അല്ലെങ്കിൽ കുറഞ്ഞിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ആക്കുക. ഇനി അടുത്ത വീഡിയോയിൽ ഞാനത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് ഓരോരോ നോച്ചിട്ട് കൊടുക്കട്ടെ. ഈ കർവ് വരുന്നില്ല, ഈ സൈഡിൽ നിന്നെല്ലാം ഒരു കോർണർ വരുന്ന ആ വശത്തെല്ലാം ഓരോരോ നോച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു കോളറിനെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്ന് വെച്ചാൽ ഈ ഷർട്ടിൽ സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ കോളർ മാത്രമേ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ. പക്ഷേ കോളറും നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ. എൻ്റെ ഇതാ നിവർത്തിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ അയൺ ബോക്സ് വെച്ചിട്ടോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ അവിടുന്ന് ഇതാ നമ്മളിപ്പോൾ അടിച്ച ഈ ബാൻഡിൻ്റെ ആ ഒരു പീസില്ലേ, അവിടുന്ന് ഇതാ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കോളർ മേലെ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ ബാൻഡിൻ്റെ ആ പീസിലാണ്. തറ്റ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇത് നോക്കിയേ, നമുക്ക് എവിടെയാണ് എന്നറിയാൻ സ്റ്റിച്ച് ചെയ്യേണ്ട അതൊന്നും നമുക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ബാൻഡ് മുകളിലുള്ള ബാൻഡില്ലേ, അടിയിൽ എക്സ്ട്രാ തുണി വരുന്നതാണ്. അപ്പോൾ അതിൽ സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് ഈ മാർക്ക് ചെയ്യുന്നത്, കട്ട് ചെയ്യേണ്ടതല്ലേ. ഇതാ സ്റ്റിച്ച് ചെയ്യേണ്ട വശം കറക്റ്റ് ഇതാ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് എവിടെ നിന്നാണ് വരുന്നതാ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിലും കൂടുതൽ കാണുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാകുക. ഇത് നോക്കിയതാ ഇങ്ങനെ കറക്റ്റ് മാർക്ക് കൊടുക്കുക. എന്നിട്ട് 4 ഇഞ്ച് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ മാർക്ക് ചെയ്ത് അതിലേ അല്ലേ കട്ട് ചെയ്യേണ്ടത്. 4 ഇഞ്ച് ഇങ്ങോട്ടേക്ക് അകത്തിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കോളറിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഇനി ഷർട്ടുമായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ കോളറിൻ്റെ പണി കഴിഞ്ഞാൽ അത്രയും വളരെ എളുപ്പമാണ് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതാ എന്നിട്ട് നമുക്ക് ഇതിൻ്റെയും മദ്യം കാണേ കറക്റ്റ് വെച്ചിട്ട് കറക്റ്റ് നേരെ ഇതാ മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെയും സെൻറ്ററിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളിത് എന്താ പറയുക ഇതെല്ലാം കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നെക്കിൽ വെച്ച് നോക്കണേ ഫുൾ അളവ് കറക്റ്റാണോ എന്നുള്ള നോക്കുക. എന്നിട്ട് ഫസ്റ്റിൽ തന്നെ ഇപ്പോൾ നമ്മൾ അളന്ന അളവ് കിട്ടിയത് കറക്റ്റാണെങ്കിൽ ഇതും കറക്റ്റായിരിക്കുമേ. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കണം. ഇത് നോക്കിയതാ ഈ ഷർട്ടിൻ്റെ നെക്കിൻ്റെ ഇതാ സെൻറ്റർ കാണുക. ഞാൻ നേരെ മടക്കിയിട്ട് ഇതാ ബാക്ക് വശത്ത് ഞാൻ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ല വശം, ഇതിൻ്റെ മോശവശം എടുക്കുക. ഓക്കെ, ഇതാ ഷർട്ടിൻ്റെ മോശവശമാണ് ഇത്. ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഒരു ഇതില്ലേ തയ്യൽ തുമ്പ്, അതെല്ലാം ഈ ബാക്കേ വശത്തേക്ക് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക കേട്ടോ. ബാക്ക് വശത്തേക്ക് ഫ്രണ്ടിലാകാണ്ട് ബാക്ക് വശത്തേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു നോച്ച് വരുന്ന ആ ഒരു വശയില്ലേ, നോക്കി ഇത് ബാക്ക് വശത്തെ വരുന്നു. ഫ്രണ്ടിൽ ഇതാ നോക്കിയേ ആ ഒരു നോച്ച് വരുന്ന വശം കറക്റ്റ് വെച്ചിട്ട് ഇതാ ഇങ്ങനെ നോക്കിയേ കറക്റ്റാണ് വരുന്നത്. അപ്പോൾ അളവ് കറക്റ്റായ കോളർ നല്ല രീതിയിൽ തന്നെ കറക്റ്റാകും കേട്ടോ. അപ്പോൾ നമ്മൾ തറ്റ വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ അളവ് കറക്റ്റ് കിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഇതാ സ്റ്റിച്ച് ചെയ്തിട്ട് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ അങ്ങ് ഇറക്കി കൊടുക്കുക. അല്ലാണ്ട് നമ്മളിങ്ങനെ ചെരിച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യരുതേ. എൻഡിൽ നേരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ മദ്യം വെച്ചിട്ട് 2 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഈ നൂലും കാര്യങ്ങളും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ തയ്യൽ തുമ്പ് കോളറിൻ്റെ ഉള്ളിലേക്കാക്കി കൊടുക്കുക കേട്ടോ. ഇതാ
ഈ ഒരു വശത്തു നിന്നുള്ള ഉള്ളിലേക്കാക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ തറ്റ വെച്ചിട്ട് ഇവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേ. അതാ ഈ ഒരു വശം ഇതാ തയ്യൽ തുമ്പ് നമ്മൾ കറക്റ്റ് എന്തെങ്കിലും ഒരു സാധനം വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തയ്യൽ തുമ്പിൽ ഉള്ളോട്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണേ. എന്നിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ഒരു വശമില്ലേ, അത് സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. സ്റ്റിച്ച് കാണരുത്, മറ്റേ ബാക്ക് പേപ്പർ സ്റ്റിച്ച് ചെയ്തതിൻ്റെ സ്റ്റിച്ച് കാണാതെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഫുൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നോക്കിയേ, നമ്മുടെ കോളർ ഇവിടെ റെഡിയാണ്. അടിപൊളി കോളർ റെഡിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ആക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മുഴുവൻ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണും. പിന്നെ ഷർട്ടിൻ്റെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ബൈ.